കൂടുതൽ പഠിക്കുകയും അറിയുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യമാസമാണ് ഈ റമദാൻ മാസം. റമദാൻ മാസം അതിൻ്റെ 2ാം പത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് കൂടുതൽ ആലോചിക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഈ റമദാൻ നമുക്ക് എങ്ങനെ അനുഭവപ്പെട്ടു, അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എത്ര കിട്ടി, ഈ റമദാൻ മാസത്തിൽ നമ്മൾ അതിനു മുമ്പുള്ളതിനേക്കാളേറെ എത്രത്തോളം നന്മകൾ ചെയ്തു, അള്ളാഹുവിലേക്ക് അടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും ജാഗ്രത പുലർത്തുവാനും നാം ശ്രദ്ധിക്കേണ്ടതാണ്. റമദാൻ മാസത്തിലെ ഇബാദത്തുകൾ, നോമ്പ്, നമസ്കാരം, തറാവീഹ്, ദിക്റും ദുആയും, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ഇഅ്തികാഫ്, നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളും സൂക്ഷിക്കൽ, ഇതൊക്കെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ വ്യക്തികളും സംഘങ്ങളും മഹല്ലുകളും പ്രസ്ഥാനങ്ങളുമൊക്കെ അവരുടെ ജീവിതം, അവരുടെ പ്രവർത്തനം കൂടുതൽ ഇസ്ലാമികമാക്കുവാൻ ആലോചിക്കുന്ന സമയമാണ്. അങ്ങനെ ആലോചിക്കേണ്ട സമയവുമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ആലോചന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർച്ച് 5, 6 തീയതികളിലായി മക്കയിൽ നടന്നിരുന്നു. വിശുദ്ധ മക്കയിൽ ഒരു ലോക മഹാസമ്മേളനം. ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ സംഘങ്ങളുടെയും മദ്ഹബുകളുടെയും അഭിപ്രായഗതിക്കാരുടെയും ഒരു ഒത്തുകൂടലായിരുന്നു അത് സംഘടിപ്പിച്ചത് ലോക മുസ്ലിം സംഘടനയായ മുസ്ലിം വേൾഡ് ലീഗ്, റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന പ്രസ്ഥാനമായിരുന്നു. അതിൽ പങ്കെടുക്കാൻ എനിക്കും ഒരവസരം ലഭിച്ചു. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും പറയാൻ വേണ്ടി ആ സമ്മേളനം പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങളും ആഹ്വാനങ്ങളും ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയായതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്. ഏറ്റവും പ്രധാനമായും മുസ്ലിം ലോകത്തുള്ളത് സുന്നികളും ഷിയാക്കളുമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലു ഷിയ, ഈ 2 വിഭാഗവുമാണ് ലോകത്തിലെ മുസ്ലിം വിഭാഗങ്ങളിൽ വലുത്. പിന്നെ അതിലുള്ള ഉപവിഭാഗങ്ങളുമുണ്ട്. അവരൊക്കെ തന്നെയും അവരുടെയൊക്കെ പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ 300ഓളം ആളുകൾ പങ്കെടുത്ത ഏതാണ്ട് 90ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുള്ള ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ സുന്നി വിഭാഗത്തിൽ തന്നെ സൂഫികളും സലഫികളും ഉണ്ടായിരുന്നു. അതിൽ തന്നെ വ്യത്യസ്ത മദ്ഹബുകൾ സ്വീകരിക്കുന്ന ആളുകളും പ്രത്യേകിച്ചൊരു മദ്ഹബും സ്വീകരിക്കുന്ന ഒരല്ലാത്ത അഹ്ലെ ഹദീസുകാരും ഉണ്ടായിരുന്നു. ഇതൊരു വലിയ ഒത്തുകൂടലാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രമേയം അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനം ബിനാ ഉൽ ജുസൂരി ബൈനൽ മദാഹിബിൽ ഇസ്ലാമിയ, ഇസ്ലാമിലെ വിവിധ അഭിപ്രായഗതികൾക്കിടയിൽ, ആളുകൾക്കിടയിൽ പാലം നിർമ്മിക്കുക എന്നാണ് ബിനാ ഉൽ ജുസൂർ. ഇംഗ്ലീഷിൽ അതിന് കൊടുത്ത ടൈറ്റിൽ ടുവേർഡ്സ് ആൻ ഇഫക്റ്റീവ് ഇസ്ലാമിക് കൊലേഷൻ നഹ്വ മുഖ്തലിഫിൻ ഇസ്ലാമിയിൻ ഫാഇലിൻ. ബിനാ ഉൽ ജുസൂർ എന്നതിന് ബിൽഡിംഗ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ഇസ്ലാമിക് സ്കൂൾസ് ഓഫ് തോട്ട്സ് ആൻഡ് സെക്സ് എന്നാണ്. അതായത് വിവിധ മുസ്ലിം ചിന്താധാരകൾക്കും വിഭാഗങ്ങൾക്കുമിടയിൽ ബിൽഡിംഗ് ബ്രിഡ്ജസ്, പാലങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും പറയാനും ഒക്കെയുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക. എന്നിട്ട് ലക്ഷ്യമാക്കുന്നത് നഹ്വ മുഖ്തലിഫിൻ ഇസ്ലാമിയിൻ ഫാഇലിൻ, വളരെ ശക്തമായ ഒരു ഇസ്ലാമിക ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് പ്രവർത്തിക്കുക എന്നാണ്. ടുവേർഡ്സ് ആൻ ഇഫക്റ്റീവ്
ഇസ്ലാമിക് കൊലിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ആശയം. ആ ആശയത്തിലേക്ക് എല്ലാ വിഭാഗത്തിലും എല്ലാ ചിന്താധാരകളിലുമുള്ള ആളുകളെ വിളിച്ചു ചേർത്തു. 3 ആയത്തുകളാണ് അതിൽ പങ്കെടുത്ത, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച, സമ്മേളനത്തിൽ പ്രസംഗിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ആലു ഷെയ്ഖ് അവർകൾ അതിൽ പങ്കെടുത്തിരുന്നു. മക്കയിലെ ചീഫ് ഇമാം, മക്ക മദീന ഹറമുകളുടെ മതകാര്യ വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹ്മാൻ അസുദൈസ് പങ്കെടുത്തിരുന്നു. മക്കയിലെ ഇമാമും ഷൂറ കൗൺസിൽ അംഗവും സൗദി ഭരണകൂടത്തിൻ്റെ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ ഹുമൈദ് അവർകൾ പങ്കെടുത്തിരുന്നു. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി, മുസ്ലിം വേൾഡ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഈസ അവർകൾ പങ്കെടുത്തിരുന്നു. പല രാജ്യത്ത് നിന്നുമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. ഇവരൊക്കെ ഊന്നി നിന്ന കാര്യം അവരുടെ പ്രസംഗത്തിലും പ്രമേയത്തിലും അവസാന പ്രഖ്യാപനത്തിലും അവർ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകൾ, ഒന്ന് സൂറത്തു ആലു ഇമ്രാനിലെ 103-ാമത്തെ ആയത്ത്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന്. ഈ ആയത്തിന് ശേഷം പറയുന്നത്, നിങ്ങൾ ഭിന്നിച്ച് നരകക്കുഴിയുടെ വക്കിലായിരുന്നു, നിങ്ങൾ ഓർക്കണം അല്ലാഹു തആല നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് എന്ന്. സൂറത്തു ആലു ഇമ്രാനിലെ 103-ാമത്തെ ആയത്ത്. അപ്പം ഇതിൻ്റെ ആശയം, മുസ്ലിങ്ങളോട് നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഹബല്, പാശം, കയർ, വിശുദ്ധ ഖുർആനാണത്, ഇസ്ലാമാണത്, അതിൻ്റെ പേരിൽ നിങ്ങൾ മുറുകെ പിടിക്കണം, ഒന്നിച്ചു നിൽക്കണം, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എന്ന്. രണ്ടാമത് അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സൂറത്ത് അൻഫാലിലെ 46-ാമത്തെ ആയത്താണ്. വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സൂറത്തുൽ അൻഫാൽ 46. ഇതിൻ്റെ ആശയം, അർത്ഥം, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക, വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്, ഫതഫ്ശലു, അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ധൈര്യക്ഷയമുണ്ടാകും, ദൗർബല്യം വരും, ഫതദ്ഹബ റീഹുകും, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ നിങ്ങൾ ധൈര്യശാലികളല്ലാതെ ദുർബലരായി മാറും, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടും. ആ റീഹുക്കും എന്നുള്ളതിന് ഭാഷാപരമായ അർത്ഥം നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ്, നിങ്ങളില്ലാതെയായി പോകുന്നതാണ്. പിന്നെ പറഞ്ഞത് വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു തആല ക്ഷമാശീലരുടെ കൂടെയാണ്. അപ്പം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ഭിന്നിക്കാതെ, നിങ്ങൾ ദുർബലരായി പോവാതെ, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നതാണ്. മൂന്നാമത്തത് സൂറത്തുൽ മുഅ്മിനൂൻ 52-ാമത്തെ ആയത്ത്. അതിൽ പറഞ്ഞത് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ, നിങ്ങളുടെ ഈ സമുദായം അതൊരൊറ്റ സമുദായമാണ്. വഅന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബുമാണ്. ഫഅ്ബുദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക. സൂറത്തു മുഅ്മിനൂൻ, അൽ മുഅ്മിനൂൻ 52. മുസ്ലിം സമുദായം ഒരു സമുദായമാണ്. അവരിൽ എത്ര മദ്ഹബുകളുണ്ടെങ്കിലും, എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും, എത്ര വിഷയങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെങ്കിലും അവർ ഒരു സമുദായമാണ് എന്നത് മനസ്സിലാക്കണം എന്നാണ്. അങ്ങനെ ഒരു ഇസ്ലാമിക ഐക്യത്തെക്കുറിച്ച് എല്ലാ വിഭാഗം ആളുകളും ആലോചിക്കുകയും പഠിക്കുകയും ഒരു നല്ല നാളേക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം എന്നാണ്. ടുവേർഡ്സ് ആൻ ഇഫക്റ്റീവ് ഇസ്ലാമിക് കൊലിയേഷൻ എന്ന് പറഞ്ഞത് അതാണ്. അതായത് നഹ്വ
മുഖ്തലിഫിൻ ഇസ്ലാമിയിൻ ഫാഇൽ, ഒരു ശക്തമായ നല്ല ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം എന്നാണ്. ആ യോഗത്തിൽ, ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളിൽ ആദ്യമായി പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൻ്റെ വേദനകളിലും വിഷമങ്ങളിലും സമുദായം ഒന്നിച്ചു നിൽക്കണം എന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് ലോകാടിസ്ഥാനത്തിൽ ഇന്നുള്ളത് പലസ്തീൻ യുദ്ധം തന്നെയാണ്. അവിടെ യുദ്ധം നടക്കുന്നത് 77 വർഷമായി, ചെറുതും വലുതുമായി. എത്രയോ യുദ്ധങ്ങൾ, എത്രയോ അക്രമങ്ങൾ, എത്രയോ ചെറുത്തുനിൽപ്പുകൾ. അവസാനം ഏതാണ്ട് ഒരു 1.5 വർഷത്തോളമായി ഏറ്റവും അവസാനം ഗസയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധം. അതിനെ പ്രതിഷേധിക്കുകയും മുസ്ലിങ്ങൾ മാത്രമല്ല ലോക സമൂഹം ഒന്നിച്ച് അതിനെ പ്രതിഷേധിക്കുകയും ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി പടപൊരുതുന്ന, മരിച്ചു വീഴുന്ന, കഷ്ടപ്പെടുന്ന ആ പാവങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ആഗോള സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രവുമല്ല, അവിടെ ആകെ നശിപ്പിച്ച് അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും പുറത്താക്കി അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള സാമ്രാജ്യ ശക്തികളുടെ ശ്രമങ്ങളെ എതിർക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യണമെന്നും ആ പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അതുപോലെ കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ലോകത്തോട് പറഞ്ഞത് യദുൽ മുശാരികൂന ഇല അഹമ്മിയത്തി ഇഹ്തിറാമി വജൂദി തനവ്വുഅ് അൽ ഇസ്ലാമി والتعامل في مسائل الخلاف ضمن الأطر الإسلامية المؤسسة على أدب الخلاف. അതായത് അതിൽ പങ്കെടുത്ത ആളുകൾ, ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതായ ഇസ്ലാമിക സമൂഹത്തിലുള്ളതായ തനവ്വുഅ് എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുണ്ട്. കാഴ്ചപ്പാടിൽ, അഭിപ്രായത്തിൽ, പല കാര്യങ്ങളിലും വ്യത്യസ്തമായ രീതികൾ. അതൊരു യാഥാർത്ഥ്യമാണ് എന്നെല്ലാവരും അംഗീകരിക്കണം. ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. അതിൽ കൂടുതൽ ശരിയേത്, ശരിയല്ലാത്തതേത് എന്നതൊക്കെ ചർച്ചയാവാം. പക്ഷേ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അദബുൽ ഖിലാഫ്, അതിൻ്റെ അടിസ്ഥാനത്തിലേ പെരുമാറാൻ പാടുള്ളൂ. അദബുൽ ഖിലാഫ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം കൈകാര്യം ചെയ്യുന്ന മര്യാദ എന്നാണ്. അതിലൊരുപാട് ഗ്രന്ഥങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരസ്പരം അതിൻ്റെ ശേഷം അദമുൽ ഇഹ്തിറാറി ഇല മസാലിക് തക്ഫീർ, മുസ്ലിങ്ങൾ തക്ഫീറിലേക്ക് ചെന്നുപെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ കാഫിറാക്കുക മനുഷ്യരെ, മുസ്ലിങ്ങൾ അന്യോന്യം പരസ്പരം, അത് വരാതിരിക്കാനും പരസ്പരം കലഹത്തിലെത്താതിരിക്കാനും യാഥാർത്ഥ്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ എന്നത് എല്ലാവരും അംഗീകരിക്കണം എന്നതാണ്. മറ്റൊന്ന് തഅ്സീസു തആഖി വത്തളാമുൻ ബൈന ശുഊബിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക സമൂഹം അവർക്കിടയിൽ സാഹോദര്യവും ഐക്യദാർഢ്യവും ഉണ്ടാവണം എന്നാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ആ സാഹോദര്യം എല്ലാ വിഭാഗക്കാരുമായി കാത്തു സൂക്ഷിക്കുകയും പരസ്പരം നല്ല കാര്യങ്ങളിൽ ഐക്യപ്പെടുകയും ചെയ്യണം എന്നതാണ്. പിന്നെ അതിൽ പറഞ്ഞൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയും പരസ്പര ബഹുമാനം നിലനിർത്താൻ വേണ്ടിയും കഴിയുന്നത്ര സഹകരണത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നമ്മൾ ആദരിക്കണം. അതിനുവേണ്ടി റാബിത്ത തന്നെ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതാണ് എന്ന്. മറ്റൊന്ന്, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാനകോശം പുറത്തിറക്കുന്നതാണ്. അതിൻ്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ആ വിജ്ഞാനകോശത്തിൽ ഊന്നി നിൽക്കുന്ന കാര്യം അത് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, വൈവിധ്യം
ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയം, ആ വിഷയം എല്ലാ നാടുകളിലുമുള്ള ഇസ്ലാമിക സമൂഹങ്ങളെ അറിയിക്കേണ്ടതുമാണ് എന്നതാണ്. മറ്റൊന്ന്, ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പണ്ഡിതന്മാരെ ബോധവൽക്കരിക്കേണ്ടതാണ് എന്നാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിൽ ഇസ്ലാമിക സമൂഹം എന്ന ബോധം അധികം ആളുകളിലുമുണ്ട്. ആ ആളുകൾ അതനുസരിച്ച് അവരുടെ കുടുംബങ്ങളിലും അവരുടെ അയൽപ്പക്കങ്ങളിലും അവരുടെ മഹല്ലുകളിലും പള്ളികളിലും ഒക്കെ ജീവിച്ചു പോരുന്നുമുണ്ട്, പ്രവർത്തിച്ചു പോരുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം പരസ്പരം പെരുമാറേണ്ടത് എന്ന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബോധവൽക്കരണം നടത്താൻ പണ്ഡിതന്മാരെ സജ്ജമാക്കേണ്ടതുമുണ്ട് എന്നാണ്. ഈ സമ്മേളനത്തിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ കാഴ്ചപ്പാടുകളിലുള്ള പണ്ഡിതന്മാർ പങ്കെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പണ്ഡിതനും അഖിലേന്ത്യാ അഹ്ലെ ഹദീസിൻ്റെ പ്രസിഡന്റുമായ മൗലാന അസ്ഗർ അലി ഇമാം മഹ്ദി ഇതിൽ പങ്കെടുത്ത ഒരു പ്രമുഖ വ്യക്തിയാണ്. മറ്റു പലരും പങ്കെടുത്തിട്ടുണ്ട്. ആ നിലയിൽ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ആഹ്വാനത്തെ മുഖവിലക്കെടുക്കുകയും നമ്മളത് ഉൾക്കൊള്ളുകയും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. റമദാൻ മാസത്തിലെ 2ാം പത്തിലാണ് പ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നത്. ഏറ്റവും കൂടുതൽ ശരിയായ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റമദാൻ മാസത്തിൽ 17ാം ദിവസമായിരുന്നു അത് എന്നാണ്. ആ യുദ്ധത്തിൽ നിന്നുള്ള പാഠം എന്തുകൊണ്ടതുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് യുദ്ധമാണ്, അത് കലഹമാണ്, അത് അക്രമമാണ്, അന്യരെ ആക്രമിക്കലാണ് എന്നൊക്കെ ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ, യുക്തിവാദികളായ ആളുകൾ, ദൈവനിഷേധികളായ ആളുകൾ, ഫാസിസ്റ്റുകളായ ആളുകൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അങ്ങനെ പറയുന്നത് മുമ്പത്തെക്കാളേറെ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ കൂടുതൽ പ്രചരിക്കുകയും ചെയ്യുന്നു. വസ്തുത എന്താണ്? വസ്തുത ഇസ്ലാം അക്രമത്തിനെതിരാണ്. ആരെയും ആക്രമിക്കരുത് എന്ന് എത്രയോ ഹദീസുകൾ, എത്രയോ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം കലഹത്തിനെതിരാണ്, ഇസ്ലാം യുദ്ധത്തിനും എതിരാണ്. നിങ്ങൾ യുദ്ധം വിളിച്ചു വരുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതുമാണ്. പിന്നെ എങ്ങനെയായി ബദർ യുദ്ധമുണ്ടായി, ഉഹദ് യുദ്ധമുണ്ടായി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആരെയും ഉപദ്രവിക്കാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇസ്ലാം എന്ന് പറയുന്നത് മുൻ സമൂഹങ്ങൾക്കാർക്കും പരിചയമില്ലാത്ത ഒരാശയമല്ല. ഖുർആൻ എന്ന് പറയുന്നത് ഒരു പുതിയ ആശയം കൊണ്ടുവരുന്ന ഗ്രന്ഥവുമല്ല. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത് വൽ ഇൻജീൽ. ഖുർആൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് മുമ്പ് വന്നിട്ടുള്ള തൗറാത്ത്, മുമ്പ് വന്നിട്ടുള്ള ഇഞ്ചീൽ, അതിൽ പറഞ്ഞ കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ്. അതുപോലെ തന്നെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി. അള്ളാഹിൻ്റെ പ്രവാചകന്മാർക്കിടയിൽ നമ്മളൊരു വേർതിരിവും കൽപ്പിക്കുന്നില്ല. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ. അള്ള തന്നെ ചില പ്രവാചകന്മാർക്ക് ചിലരെക്കാൾ ഫضل നൽകിയിട്ടുണ്ട്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട്, അഷ്റഫുൽ ഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അത് അള്ള നിശ്ചയിച്ചതാണ്. നമ്മളായിട്ട് പ്രവാചകന്മാരെ തരംതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കുകയോ ഇല്ല. എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ അമ്പിയാക്കന്മാരെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. ഇപ്പോൾ
ആദം അലൈഹിസ്സലാം മുതൽ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ ആദരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ആദർശങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു. അതാണ് ഖുർആനിൽ വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്, തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതാണ്. മറ്റു കാര്യങ്ങളിൽ പലതിലും ശരീഅത്ത് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഇപ്പം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റ് ശരീഅത്തിൻ്റെ പല കാര്യങ്ങളും അത് പൂർത്തിയായി വരുന്നത് മദീന ജീവിതകാലത്താണ്. അപ്പോൾ ആദ്യത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ ദീൻ, എന്താണ് അഖീദ, എന്താ ആദർശം? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട്? ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നോക്കൂ, എത്ര നല്ല വാക്കുകളാണ്, എത്ര ഉൾക്കൊള്ളാവുന്നതാ. ഞാനൊരു പടച്ചോനെ പറഞ്ഞുതരാം, എനിക്കൊരു അള്ള ഉണ്ട്, നിങ്ങൾ എൻ്റെ അള്ളാഹിനെ ആരാധിക്കണേ എന്നല്ല പറഞ്ഞത്. ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് എടുക്കുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ. എന്നാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായിത്തീരും. അപ്പോൾ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണെങ്കിലോ അദ്ദേഹം അൽ അമീനായിരുന്നു, വിശ്വസ്തൻ. അൽ അമീൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് മുഹമ്മദ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരത്ത് അൽ അമീൻ വരട്ടെ, അദ്ദേഹത്തോട് പറയാമെന്നാണ്. ഇപ്പോൾ കഅബാലയം രണ്ടാമത് നിർമ്മിച്ച സമയത്ത് ഹജറുൽ അസ്വദ് വെക്കുന്ന നേരത്ത് അവിടെ അൽ അമീൻ പറഞ്ഞതാണ് അവർ കേൾക്കുന്നത്. അൽ അമീൻ വിളിച്ചിട്ടുണ്ട്, നമ്മൾ പോകണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മക്കയിൽ വെച്ചൊരു വിളംബരം നടത്തിയപ്പോൾ അൽ അമീൻ വിളിക്കുന്നുണ്ട്, നമുക്ക് പോകണം എന്നാണ്. അത്രയും നല്ലവനായ, അത്രയും സ്വീകാര്യനായ ഒരു മഹാവ്യക്തിത്വം, മനുഷ്യരിൽ മഹോന്നതനായ വ്യക്തി, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം കൊണ്ടുവന്നതും അതാണ്. ഇങ്ങനെയൊക്കെയായിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചു, ആക്രമിച്ചു. കഅബാലയത്തിൻ്റെ അടുത്ത് നമസ്കരിക്കുമ്പോൾ പോലും ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല തലയിൽ കൊണ്ടുപോയി, കഴുത്തിൽ കൊണ്ടുപോയൊക്കെ അവർ ചാർത്തി, കഷ്ടപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അവിടെ ഷേബ് ബനി അബി ത്വാലിബിൽ വെച്ച് അവർ പ്രതിരോധിച്ചു. മാസങ്ങളോളം അവർ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ടു. അവസാനം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അനുമതിയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അപ്പോൾ ശാന്തമായ സ്ഥലം നേടി പോവുക ചെയ്തത്, എന്നല്ലാതെ അക്രമത്തിനില്ല, എതിർക്കാനില്ല, ഒന്നുമില്ല. എന്നിട്ട് അവിടെ എത്തിയിട്ടും മക്കയിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്ന, ആക്രമിച്ചിരുന്ന മുശ്രിക്കുകളായ ആളുകൾ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുവാൻ വേണ്ടി അവിടെയുള്ള ശത്രുക്കളുമായി കൂട്ടിച്ചേർന്ന് ശട്ടം കെട്ടുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം ഉണ്ടാവാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കിയാൽ അറിയാം, എവിടെ ഒരു യുദ്ധത്തിലേക്ക് എത്തുന്നോ അവിടെ യുദ്ധത്തിൽ നിന്ന് മെല്ലെ സമൂഹത്തെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്, യുദ്ധം ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അതിന് കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൈൻ ജനഹൂ ലിസ്സിൽമി ഫജ്നഹ് ലഹ. ഒരു യുദ്ധമുണ്ടായാൽ പോലും എന്ത് ചെയ്യണം? അവർ ഒരു സന്ധിക്ക് വന്നാൽ ആ സന്ധി നമ്മൾ കേൾക്കണമെന്ന്. അതിലുണ്ടാകുന്ന നഷ്ടങ്ങളും അഭിമാനക്ഷതവും കഷ്ടപ്പാടും നോക്കാതെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി സമാധാനാവസ്ഥ ഉണ്ടാക്കണമെന്ന് അത്രയും മഹത്വമായ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ആക്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബദറിൽ യുദ്ധം നടന്നത്. അപ്പോൾ എന്തിനാണ് ഈ യുദ്ധം നടന്നത്? ഈ യുദ്ധം നടന്നത് തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഈ യുദ്ധം നടന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ യുദ്ധം ഉണ്ടായത് ഇസ്ലാമിനെ പ്രതിരോധിച്ച് നിർത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ, അള്ളാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഭൂമുഖത്തില്ലാതെയായി പോകും എന്ന് അവരുടെ പ്രാർത്ഥന അതെയാണ്. ഇവർ മരിച്ചാൽ, അല്ലെങ്കിൽ യോദ്ധാക്കൾ മരിച്ചാൽ അവർ മരിച്ചു പോകുമെന്നല്ല, അള്ളാഹ് എന്ന് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഇല്ലാതെയായി പോകും. അല്ലാഹു തആല ബദറിൽ മുസ്ലിമീങ്ങളെ സഹായിച്ചു. കൊച്ചു സംഘമാണെങ്കിലും
അവരുടെ കൈവശമുള്ള ഉപകരണങ്ങൾ കുറവാണെങ്കിലും അള്ളാഹു സഹായിച്ചു, മലക്കുകളെ അയച്ചു, അവരെ ശക്തിപ്പെടുത്തി. എന്നിട്ട് അവിടെ ഒരു മാറ്റം ലോകത്ത് ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ നമ്മൾ ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ എന്നാണല്ലോ. യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആയാണ് ഇബാദത്ത്. മനുഷ്യർ പരസ്പരം എന്തെങ്കിലും ചോദിക്കുന്നതിന് ദുആ എന്ന് പറയില്ല. സാങ്കേതികമായി ദുആ ആവുന്നത് എപ്പോഴാ? മനുഷ്യൻ്റെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ അദൃശ്യമായ നിലക്ക്, അമാനുഷികമായ നിലക്ക് ആവശ്യപ്പെടുന്നതാണ് ദുആ. അത് നമ്മൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ദുആ ചെയ്യേണ്ടത് അള്ളാഹിനോടാണ്. നമ്മൾ സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. നമ്മൾ കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് അള്ളാഹുവിനോടാണ്. അതിന് വേണ്ടിയിട്ടാണ് ബദറിൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതിന് വേണ്ടിയിട്ടാണ് അസ്ഹാബുൽ ബദർ, ബദരീങ്ങൾ എന്ന് പറയുന്ന മഹാന്മാരായ സഹാബത്ത് യുദ്ധം ചെയ്തതും മരണപ്പെടുകയും ഷഹീദാവുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പം ബദരീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ, സഹാബത്ത് ബദറിൽ യുദ്ധം ചെയ്ത് ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം നേരിട്ട് പ്രാർത്ഥിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ഒരു ആദർശത്തിന് വേണ്ടിയാണ്. അന്ന് മക്കയിലുണ്ടായിരുന്ന ആളുകൾ, ഈ ശത്രുക്കൾ, അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത, ഹുബല് തുടങ്ങിയ ഒരുപാട് മഹാന്മാരുടെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ വെച്ച് അവരുടെ പുണ്യം തേടി പ്രാർത്ഥിച്ചിരുന്നു. അതിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ഉണ്ടായിരുന്ന സഹാബത്തും ബദറിൽ മരണപ്പെട്ടവരും അല്ലാത്തവരുമായ ബദരീങ്ങളും. പക്ഷെ പിൽക്കാലത്ത് വന്നത് എന്താണെന്നറിയോ? പല സമുദായങ്ങളിലും പുണ്യപുരുഷന്മാരും പുണ്യവാളന്മാരും ദിവ്യന്മാരും സിദ്ധന്മാരും ആൾ ദൈവങ്ങളും ഒക്കെ ഉണ്ടായ കൂട്ടത്തിൽ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടവരും മരിച്ചു വീണവരും ഷഹീദായവരുമായ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരോട് ദുആ ചെയ്യാം, അവരെ വിളിച്ചു തേടാം, അവരോട് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി മീറ്റിങ്ങുകൾ കൂടാം, അതിനുവേണ്ടി മജ്ലിസുകൾ ഉണ്ടാക്കാം എന്നിടത്തെത്തി. ഗൗരവപൂർവ്വം ആലോചിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന് വേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി മരിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത നമ്മുടെ പൂർവികരുടെ മാർഗമാണ് ഏറ്റവും ശരിയായ മാർഗമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാനും കൂടുതൽ നിന്നിലേക്ക് അടുക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യണമേ. ഞങ്ങളിൽ രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് രോഗശമനം, ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകുകയും അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ. വിഷമിച്ച് കഴിയുന്ന എത്രയോ ആളുകൾ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും കടങ്ങളുമൊക്കെയായി കഴിയുന്ന ആളുകൾ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുകയും അവരുടെ സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരികയും ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പേരക്കുട്ടികളെയും സഹോദരങ്ങളെയും ഒക്കെ ഞങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാവരെയും നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളായി നീ വളർത്തണമേ. ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി അവരെ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.